തിരുവനന്തപുരം മുതലപ്പുഴയിൽ മത്സ്യബന്ധനത്തിനിടെ കാണാതായ ഷിജിലിനായി തെരച്ചിൽ പുനരാരംഭിക്കുമെന്ന് മന്ത്രി സി.പി. ജോൺ. സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള സഹായം ഉറപ്പുവരുത്തുമെന്നും കുടുംബവുമായുള്ള ചർച്ചയിൽ മന്ത്രി പറഞ്ഞു. അതേസമയം തെരച്ചിൽ പുനരാരംഭിച്ചില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കുമെന്നാണ് കുടുംബത്തിന്റെ നിലപാട്. മുതലപ്പുഴയിൽ കാണാതായ മത്സ്യത്തൊഴിലാളി ഷിജിലിന്റെ കുടുംബവുമായാണ് ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി സി.പി. ജോൺ ചർച്ച നടത്തിയത്. ചർച്ചയിൽ സമവായമായതോടെ തിരച്ചിൽ വീണ്ടും ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ ഉൾപ്പെടുത്തി തിരച്ചിൽ ആരംഭിക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം മന്ത്രി സി.പി. ജോൺ പറഞ്ഞു. വളരെ അയവേറിയ സമീപനമാണ് ഗവൺമെന്റ് മുഖ്യമന്ത്രി എടുത്തത്. അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതനുസരിച്ചാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഷിജിയും അവരുടെ കുടുംബാംഗങ്ങളോട് സംസാരിച്ചു. അതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെ നമുക്ക് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. ആ പ്രതീക്ഷ നിലനിൽക്കുന്നത് കൊണ്ട് എന്നും ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറയുന്നില്ല. ചർച്ചയിൽ പ്രതീക്ഷയുണ്ടെന്നും തിരച്ചിൽ ആരംഭിച്ചില്ലെങ്കിൽ തുടർ പ്രതിഷേധങ്ങൾ ഉണ്ടാകുമെന്നും ഷിജിലിന്റെ ഭാര്യ സ്റ്റിജി പ്രതികരിച്ചു. കുടുംബത്തിന് നീതി വേണമെന്ന് ചർച്ചയിൽ ഇവർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഞാൻ 3 കാര്യങ്ങളാണ് ഉന്നയിച്ചിരുന്നത്. എൻ്റെ ഭർത്താവിന് തിരക്കുള്ള രക്ഷാപ്രവർത്തനം കാര്യക്ഷമമാക്കണം. അതിനുള്ള മറുപടി അവർ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ വാക്ക് മാത്രം പോരല്ലോ, പ്രവൃത്തി വേണ്ടേ? അതിനൊത്ത പ്രവൃത്തിയല്ല തരുന്നതെങ്കിൽ ഞാൻ വീണ്ടും പ്രതികരിക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കടലിൽ കാണാതായ ഷിജിലിന് വേണ്ടിയുള്ള രക്ഷാപ്രവർത്തനത്തിൽ സർക്കാർ അനാസ്ഥ കാണിക്കുന്നുവെന്ന് ആരോപിച്ച് കോസ്റ്റൽ പോലീസ് സ്റ്റേഷൻ ഉപരോധിച്ചതോടെയാണ് ചർച്ചയ്ക്ക് വഴിവെച്ചത്. അഞ്ചുതെങ്ങ് കോസ്റ്റൽ പോലീസ് സ്റ്റേഷന് മുന്നിലാണ് പെരുമഴയത്ത് കുട്ടികൾ ഉൾപ്പെടെ ഇരുന്ന് പ്രതിഷേധിച്ചത്. സർക്കാരിന് ഇത് ക്ഷീണമായതോടെയാണ് മന്ത്രിതല ചർച്ച അഞ്ചുതെങ്ങിൽ നടന്നത്. അതേസമയം ചർച്ചയ്ക്കെത്തിയ മന്ത്രി തിരികെ പോകുന്നത് മത്സ്യത്തൊഴിലാളികൾ തടയുകയും ചെയ്തു. പിന്നീട് പോലീസ് ഇടപെട്ടാണ് മന്ത്രിക്ക് വഴിയൊരുക്കിയത്. ജനം, തിരുവനന്തപുരം.